എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഡെൻ്റൽ അസിസ്റ്റൻറ്റിൻ്റെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നിങ്ങൾ കുറച്ച് പേര് കമൻസിലൂടെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. റൂട്ട് കനാൽ ഇൻസ്ട്രുമെൻറ്റ്സ് പരിചയപ്പെടുത്താൻ നിങ്ങൾ എന്നോട് പറഞ്ഞു. നമ്മൾ പല വീഡിയോസിലൂടെ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരുന്നുമുണ്ട്. ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ റൂട്ട് കനാലിന് സെറ്റ് ചെയ്യുമ്പോഴാണേലും ചില അസിസ്റ്റൻസിന് ഒരു സംശയം വന്നൊരു കാര്യം അവരെന്നോട് പേഴ്സണലി ഷെയർ ചെയ്തതാണ്. അത് നിങ്ങളോട് ഞാൻ പറയാണ്. ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സും നിങ്ങൾ എന്നോട് ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കിൽ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് എന്നോട് ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ രണ്ട് തരത്തിലുള്ള ഫയലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, രണ്ട് ഫയലുകൾ നിങ്ങൾ കണ്ടു അല്ലേ? ഇത് കുറച്ചുകൂടെ എന്താ പറയുക ലെങ്ത് ഉണ്ട്, മാത്രമല്ല കുറച്ചുകൂടെ കേർവ്ഡ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചറും. ഇത് വന്ന ഫയൽ തന്നെയാണ്, ഇത് രണ്ടും ഫയലാണ്. പക്ഷേ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇതിൽ നിങ്ങൾ കണ്ട ഈ ഫയൽ ഇപ്പോൾ മിക്ക ക്ലിനിക്കിലും ഇതായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കുകളിൽ നിങ്ങൾ കാണുന്നത്. കാരണം ഇത് റോട്ടറി ഫയലാണ്. റൂട്ട് കനാൽ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ഫയലുകൾ ഉപയോഗിച്ചും ചെയ്യും, റോട്ടറി ആയിട്ട് നമ്മൾ എൻഡോമോട്ടർ ഉപയോഗിച്ചും ചെയ്യും. ഇപ്പോൾ മിക്കവരും എൻഡോമോട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എൻഡോമോട്ടർ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നുള്ള വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ എൻഡോമോട്ടർ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ കനാൽ വൃത്തിയാക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന റോട്ടറി ഫയലുകളാണ് ഇത്. ഇത് പല കമ്പനിയുടെ ഉണ്ട്, പല കളർ കോഡ്, നമ്മുടെ സാധാരണ ഫയലുകൾ പോലെ തന്നെ ഡിഫറെൻറ്റ് കളർ കോഡോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് റോട്ടറി ഫയലും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹാൻഡ് ഫയലിലെ കെ ഫയലാണ്. ഹാൻഡ് ഫയലാണിത്. നമ്മൾ അതിനകത്ത് എൻഡോമോട്ടർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഹാൻഡ് ഉപയോഗിച്ച് തന്നെയായിരിക്കും ഡോക്ടർ ചെയ്യുന്നത്. ചില കേസസിൽ ഇപ്പോൾ നല്ല മൊബിലിറ്റി ഒക്കെ ഉള്ള പല്ലുകളാണ്, ഫ്രണ്ടിലത്തെ പല്ലുകൾ, അങ്ങനെയൊക്കെ ഉള്ള ചില ക്രിട്ടിക്കൽ കേസസിൽ നമുക്ക് റോട്ടറി ഉപയോഗിക്കാൻ പറ്റാത്ത ചില കേസസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഈ പറഞ്ഞ ഹാൻഡ് ഫയലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ക്ലിനിക്കുകളിൽ ഹാൻഡ് ഫയലുകളും കാണും, റോട്ടറി ഫയലുകളും കാണും. മജോറിറ്റി റൂട്ട് കനാൽ കേസസിൽ ഈ പറഞ്ഞ റോട്ടറി ഫയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെ പല മൈനറായിട്ടുള്ള കാര്യങ്ങളും ഒരു ക്ലിനിക്കിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. വലിയ വലിയ കാര്യങ്ങളെക്കാളും നിങ്ങളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ക്ലിനിക്കിൽ ലൈവ് പ്രൊസീജിയേഴ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സംശയങ്ങൾ മാറ്റുന്നതിനോ ഇത് ആലോചിച്ചുകൊണ്ട് നിൽക്കാനോ ഒന്നും ടൈം കിട്ടത്തില്ല. ഓരോ സമയവും വിലപ്പെട്ടതാണ്. സോ നിങ്ങൾക്ക് ബേസിക്സ് നല്ലതുപോലെ ആവശ്യമുണ്ട്. ഈ കോഴ്സ് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ ഡെൻ്റൽ അസിസ്റ്റൻസിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അത് എവിടെ നിന്ന്, നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഏറ്റവും നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.